നമ്മൾ കഴിഞ്ഞ ദിവസം മൂന്നാറിലെ സ്കൈഡൈൻ റെസ്റ്റോറന്റ് പൂട്ടിക്കെട്ടിയതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തല്ലോ. ഇതാ ഉടനെ തന്നെ നമ്മുടെ ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് രാത്രി ആൾട്ടാക്കിയ സമയത്ത് കരയോട് അടുപ്പിച്ച ടൂറിസ്റ്റുകൾ ഉറങ്ങുന്ന സമയത്ത് മുങ്ങിപ്പോയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ടൂറിസം മേഖലയെ വല്ലാതെ ബാധിക്കും. കാരണം കേരള ടൂറിസം എന്ന് പറയുമ്പോൾ തന്നെ അന്യ സംസ്ഥാനങ്ങളിലുള്ളവർക്ക് അല്ലെങ്കിൽ വിദേശികൾക്കൊക്കെ വരുന്നൊരു പിക്ചർ ഹൗസ് ബോട്ടിൻ്റെയാണ്. അത്തരത്തിലുള്ള മാർക്കറ്റിംഗ് നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയൊരു വിജയം തന്നെയാണ്. പക്ഷേ ഹൗസ് ബോട്ടുകളുടെ സുരക്ഷാ പ്രശ്നം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൂറിസത്തെയും അത് ബാധിക്കും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇവരൊക്കെ പോകുന്നതെന്നൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിദേശികളായിട്ടുള്ള ആളുകൾ അടക്കം അതിൽ കയറാൻ മടിക്കും. വേണ്ടത്ര സുരക്ഷ ഹൗസ് ബോട്ടുകൾക്ക് ഉണ്ടോ, ഇതിന് മെയിൻ്റനൻസ് കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റും റവന്യൂ അധികൃതരും ചെക്ക് ചെയ്യണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അത് കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഹൗസ് ബോട്ടുകളുടെ നിരക്ക്, നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ടൂറിസ്റ്റുകളെ അവർ പറഞ്ഞൊരു 10,000 രൂപ പറഞ്ഞിട്ട് നമ്മൾ ബുക്ക് ചെയ്തു, അവർ വിട്ടു. നമുക്ക് ചിലപ്പോൾ ചെറിയ കമ്മീഷൻ കിട്ടും. തീർച്ചയായിട്ടും ഒരു ഏജന്റ് കമ്മീഷൻ ഉണ്ടാവും. അത് സാധാരണ എക്സ്ട്രാ പറയല്ല ചെയ്യാറ്, അവരെ റേറ്റിൽ നിന്ന് നമുക്കൊരു കമ്മീഷൻ തരാറാണ് പതിവ്. ഈ 10,000 രൂപ നമ്മളടുത്ത് മുടക്കിയിട്ട് പോകുന്ന ടൂറിസ്റ്റിനെ അന്ന് പണിയില്ലാത്ത ബോട്ടുകാർ വഴി നിന്നുകൊണ്ട് 5,000, 6,000 എന്നൊക്കെ പറഞ്ഞിട്ട് ബാർഗെയിൻ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ വില പേശി അവരെ വിളിക്കും. ആ സമയത്ത് ഈ കസ്റ്റമർ എന്താ വിചാരിക്കുക, നമ്മൾ ഇത്രയും അധികം കാശ് ഇടയിൽ നിന്ന് വാങ്ങിയെന്ന്, അല്ലെങ്കിൽ ഹൗസ് ബോട്ടുകാരൻ ഇത്ര കൂടുതൽ പൈസ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിയെന്ന് തെറ്റിദ്ധരിക്കും. ഇങ്ങനത്തെ ഇൻഷുറൻസ് കൂടിയ സമയത്ത് ഹൗസ് ബോട്ട് ബുക്കിംഗ് ഞങ്ങളങ്ങ് നിർത്തി. ഞങ്ങൾ ചെയ്യുന്നില്ല ഇപ്പം നിലവിൽ. അപ്പോൾ ഹൗസ് ബോട്ടിന്റെ നിരക്കുകളിൽ ഒരു ഏകീകരണം ആവശ്യമാണ്. എല്ലാ ഹൗസ് ബോട്ടിനും ഇപ്പം 2 ബെഡ്റൂമുള്ള ഹൗസ് ബോട്ടിന് ഇത്ര, 3 ബെഡ്റൂമുള്ള ഹൗസ് ബോട്ടിന് ഇത്ര, ഡേ ക്രൂയിസിന് ഇത്ര, അത് സർക്കാർ ഒരു നിരക്ക് നിശ്ചയിക്കണം. അതിനകത്ത് ഒരു മാറ്റം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ കച്ചവടം എല്ലാവർക്കും ഒരേപോലെ ലഭിക്കും. അല്ലെങ്കിൽ മിടുക്കന്മാർ കച്ചവടം റാഞ്ചിക്കൊണ്ടു പോകും. അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള ബുദ്ധിമുട്ടുകൾ ടൂറിസം സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാവും. അതേപോലെ പണി ഇല്ലാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ, ഡിമാൻഡിൽ കൂടുതൽ ബോട്ടുകൾ അവിടെ ഉണ്ടാവണമല്ലേ. അതിനും ഒരു നിയന്ത്രണം നമ്മുടെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ കേരള ടൂറിസം കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആവണം, സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കണം. എന്ത് ആക്ടിവിറ്റി ആയിക്കോട്ടെ, എന്ത് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ആക്ടിവിറ്റി ആയിക്കോട്ടെ, അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ കൊടുത്തിട്ട് സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടൂറിസം സെക്ടർ വളരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.